ലിബർട്ടി ബഷീർ താങ്കൾ പറഞ്ഞു വന്നത് ആ ഒരു ഇടവേള വന്നതുകൊണ്ടാണ്. കൃത്യമായി ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കമ്മിറ്റിക്ക് മുന്നിലെത്തുമ്പോൾ മൊഴി പറയുമ്പോൾ അത് പറയുന്നത് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റിസ്ക് എടുത്തുകൊണ്ട് തന്നെ പറയുന്നു അതിലൊരു പരാതി ഒരു പരിഹാരം ഉണ്ടാകും, ഒരു നടപടി ഉണ്ടാകും ഒരു വിശ്വാസത്തിലാണ് പറയുന്നത്. അത് തന്നെയാണ് പാർവതി തിരുവോത്തും മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങൾ പറഞ്ഞത്. ഇനിയും മൊഴി കൊടുക്കുക എന്ന് പറയുന്നിടത്ത് വരുന്ന ഒരു ചോദ്യചിഹ്നം. ഒറ്റ കാര്യം കൂടി, ഈ പരാതി കൊടുത്ത ആൾക്കാരുടെ പരാതി കൊടുത്തതിന് പിറകെ അവരെ എതിർവശത്തുള്ള കൂട്ടി അന്ന് ഹേമ കമ്മീഷൻ വിളിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പരാതി കൊടുത്തിട്ടെങ്കിൽ അതിന്റെ മറുവശത്ത് ആരാ പരാതിക്കാരെ അവരെയും വിളിപ്പിച്ചിട്ടുണ്ട് ഹേമ കമ്മീഷന്. അപ്പൊ എന്താണ് അർത്ഥം? ഒരു ജസ്റ്റിസിന്റെ എല്ലാ പവറും റിട്ടയർ ആയിരുന്നെങ്കിൽ ജസ്റ്റിസിന്റെ എല്ലാ പവറും ഒരു ജുഡീഷ്യലിന്റെ നിയമപരനെ അവർ ആ കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. അത് വക്കീലിനോട് മാത്രം പറയുന്നതാണ്, വക്കീലിന്റെ അറിവിലേക്കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരു കാര്യം അതിൽ ലിബർട്ടി ബഷീർ സാറിനോട് സൂചിപ്പിച്ചോട്ടെ. സാർ ഹൃദയത്തിന്റെ ഭാഷയെ സംസാരിക്കുകയാണ്, അതുകൊണ്ട് സാങ്കേതികത്വവും നിയമവും പറയുന്നതിൽ അർത്ഥമില്ല. എന്നിരുന്നാലും ഇത് കമ്മീഷനല്ല, ഇത് കമ്മിറ്റിയാണ്. അതായത് കമ്മീഷൻ കുറെ കൂടെ വിപുലമായ അധികാരങ്ങളും ഈ വിപുല അധികാരം എവിഡൻസ് എടുക്കാനുള്ള സ്പേസും കാര്യങ്ങളുണ്ട്. കമ്മിറ്റിക്ക് അങ്ങനെയല്ല, അത് ടെക്നിക്കൽ മാത്രമാണ്. പക്ഷെ എനിക്ക് ഡൗട്ട് ഉണ്ട് ഈ മറുഭാഗത്തെ ആൾക്കാരെ ഇത് വിളിപ്പിച്ചിട്ടുണ്ടോ. കാര്യം ലഭ്യമായ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ ഇൻഫർമേഷനിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് പുരുഷന്മാരെ ഒന്നും വിളിപ്പിച്ചതായി അറിയില്ല. നമ്മളിപ്പോ വെളിയിൽ അറിയുന്ന 61 അതിലൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ശരിയാണ് രാഹുൽ, അതിലൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് ലിബർട്ടി ബഷീർ. അതായത് ഈ പറയുന്നത് ഈ പറഞ്ഞ പോലെ പല പ്രമുഖരുടെ പേരുകളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അവരെയൊക്കെ വിളിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ ഉണ്ടായിരുന്നു? അത് ഒരല്പം സംശയമുള്ള കാര്യം. വിളിപ്പിച്ചില്ല. അവർക്ക് വിളിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരെയും അവർ വിളിച്ചാൽ പോകുന്ന ആൾക്കാരെയും എല്ലാവരും വിളിച്ചാൽ എല്ലാവരും പോയിട്ടല്ലോ. അവരെല്ലാവർക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഇഷ്ടമുള്ള പോയിട്ടുണ്ട്, പോയ പോയി എടുത്തിട്ടുണ്ട്. അതായത് ഒറ്റ കാര്യം, അത് ഈ പറയപ്പെട്ട ഈ പ്രമുഖർക്ക് എല്ലാവർക്കും ഹേമ കമ്മിറ്റി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കൊടുത്തിട്ടുണ്ട് അല്ലേ? എല്ലാവരും നേരിട്ട് നോട്ടീസ് കൊടുത്തില്ല, നേരിട്ട് അധികാരക്കാരെ നേരിട്ട് വയ്ക്കുകയായിരുന്നു. സാർ എനിക്ക് സംശയമുണ്ട് കേട്ടോ സാർ, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണേ. സാറിന്റെ ആ സീനിയോറിറ്റി ബഹുമാനിച്ചു. എനിക്ക് സംശയം, കാര്യം നമ്മൾക്കെല്ലാം മീഡിയനെ അറിയുള്ളൂ, നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെ അറിയുള്ളൂ. അങ്ങനെ നോട്ടീസ് അടക്കം കൊടുക്കാനുള്ള സംവിധാനമില്ല. അവരാരെങ്കിലും കോണ്ടാക്ട് ചെയ്തോ എന്ന് അറിയില്ല. പക്ഷെ മറുഭാഗത്തെ വാദങ്ങൾ കേട്ടിട്ട് അത്തരം പരിമിതികൾ ഉണ്ട് എന്ന് കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ 1-2 സ്ഥലങ്ങളിൽ ഭംഗ്യന്തരനെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങ് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണമെന്ന്. ഡോക്ടർ ആശ അതൊരു മറ്റൊരു വഴിത്തിരിവ്. അതായത് ഈ രീതിയിൽ ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ള ആരോപണ വിധേയരായവർക്കെല്ലാം ജസ്റ്റിസ് ഹേമ നോട്ടീസ് കൊടുക്കുക, വിളിക്കുക, അതിൽ ചിലവരൊക്കെ വന്ന് മറുവാദം പറയുക, അങ്ങനെ ഒരു കാര്യം ഈ പ്രോസസ്സിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണോ WCC അങ്ങനെ ആണോ കരുതുന്നത്? ന്യൂ ഇൻഫർമേഷൻ ആണ് എനിക്ക്. ഇത് ജസ്റ്റിസ് ഹേമയ്ക്ക് ഒരു മെത്തഡോളജി ഉണ്ടായിരുന്നു. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മെത്തഡോളജി അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. അവർ ആദ്യം ഒരു പ്രശ്നോത്തരി പോലെ, അതായത് ഒരു ക്വസ്റ്റനെയർ WCCക്ക് അയച്ചു തന്നു. WCCയുടെ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാരെല്ലാവരും അവർ തിരിച്ച് മറുപടി അയച്ചതിന് ശേഷം അവർ 2 മീറ്റിംഗ്സ് ആയിട്ട് നടത്തി. അതിനുശേഷം തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി മറ്റ് ആൾക്കാരെയും വിളിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ മറ്റ് ടെക്നിക്കാലിറ്റീസ് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സിനിമ ഇൻഡസ്ട്രിയിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ പലരെയും അവർ നേരിട്ട് വിളിച്ച് അല്ലെങ്കിൽ അറിയിച്ച് അവർ വരുത്തി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അതൊരു പഠന റിപ്പോർട്ടാണ്. ആ പഠനം കൃത്യമായി നടത്താൻ വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇപ്പം ഞാനും അവരുമായിട്ട് അക്കാഡമിക്കലിയും സഹകരിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ള അഗ്രിമെൻറ്റ്സ്, കോൺട്രാക്ട്സ് ഇതൊക്കെ അവർ എത്തിക്കുക, ഇങ്ങനത്തെ പലതരം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു അക്കാഡമിക് ക്വറി സെറ്റിങ്ങിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഒരു എന്താ പറയുന്ന അവരുടെ അവർക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് അങ്ങനത്തെ പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടിയിട്ട് പലരെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. ഓക്കെ, അഡ്വക്കേറ്റ് പ്രിജി, അങ്ങനെ ഒരു വാദത്തിലേക്ക് കൂടി കടക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആരൊക്കെയോ കുറിച്ച് എന്തൊക്കെയോ പറയുകയല്ല,
കുറച്ചു പേര് വരുന്നു. ഇതുവരെയുള്ള ചിത്രം എന്താണ്? ഞാനിത് വളരെ ഞെട്ടലോടുകൂടി മനസ്സിലാക്കുന്നു. കുറച്ചു പേര് വന്നിരുന്നു, ആരെയൊക്കെയോ കുറിച്ച് എന്തൊക്കെയോ ആരോപണങ്ങൾ പറയുന്നു. എന്നിട്ട് ഈ ആരോപണങ്ങളൊക്കെ കൂടി ഒരു റിപ്പോർട്ടിനകത്ത് എഴുതുന്നു. ആ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുന്നു. നിങ്ങൾ ഈ മാധ്യമങ്ങളെല്ലാം കൂടി ഈ റിപ്പോർട്ട് അങ്ങ് ആഘോഷിച്ച് ബഹളമയമാക്കുകയാണ് എന്നൊക്കെ ഏതാണ്ട് ആ തരത്തിലൊക്കെയാണല്ലോ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ അപ്പുറത്ത് നിൽക്കുന്നവരെ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, നോട്ടീസ് അയച്ചിട്ടുണ്ട്, വരാൻ പറ്റുന്നവരെ, അതിന് സമ്മതിക്കുന്നവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിട്ടെങ്കിലുമുണ്ട്. അവിടെ മറ്റൊരു ഈ നേരത്തെ പറഞ്ഞ വാദത്തിന് ഒരല്പം ബലം കുറയുന്നില്ലേ? എവിടുന്ന് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? അല്ല, ഈ 235 പേജിൽ അങ്ങനെ പലതും പറയാം. ഇപ്പൊ ഈ നിർമ്മാതാവ് പറയട്ടെ, എന്റെ ഊഴമല്ലേ, ഞാൻ പറയട്ടെ. ഇപ്പൊ എന്റെ ഊഴമൊക്കെ ഉണ്ടല്ലേ? ഇപ്പൊ എന്റെ ഊഴമൊക്കെ ഉണ്ട്. എന്റെ ഊഴത്തിൽ ഇടിച്ചു കയറിയ ആളാണ്. തീർച്ചയായിട്ടും ഉണ്ട്. ജസ്റ്റിസ് നിങ്ങൾക്ക് മാത്രം, ഞങ്ങൾക്ക് വേണ്ട അല്ലേ? മൃദുല, നമുക്ക് റിവെഞ്ച് പിന്നെ എടുക്കാം. ഇല്ല, ഊഴമാണ് ഞാൻ ഇതിനകത്ത്. എന്റെ എനിക്ക് കുറച്ച് അറിവ് ഈ നിർമ്മാതാവ് പകർന്നു തന്നു. അതിനെ സംബന്ധിച്ച് ആദ്യത്തെ അറിവ് ഇത് ഹേമ കമ്മിറ്റി അല്ല, ഹേമ കമ്മീഷൻ ആണ് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ അറിവ് അദ്ദേഹത്തിന്റെ കയ്യിൽ. കാരണം അദ്ദേഹത്തിന്റെ ഈ ചർച്ചയിൽ ഉടനീളം ഇതിനകത്ത് ഉപയോഗിച്ച വാക്ക് ഹേമ കമ്മീഷൻ എന്നാ. ഈ ഒരു കമ്മീഷന്റെ മുമ്പിൽ പിന്നെ മൊഴി കൊടുക്കുന്നു എന്നുള്ളൊരു ഇംപ്രഷനിൽ ചെന്ന് മൊഴി കൊടുക്കുകയും കൂട്ടത്തോടെ 250 പേരെയോ 388 പേരെയോ അങ്ങോട്ട് കൊണ്ടുപോയെന്ന് പറയുന്നു. ഈ കൊണ്ടുപോയതല്ല, ഇതൊരു കമ്മീഷന്റെ മുമ്പിലാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള നിലയിലാണ് ബഹുമാന്യനായ ആ നിർമ്മാതാവ് ഈ മൊഴിയെല്ലാം കൊടുക്കാനായിട്ട് പോയത്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പോരായ്മ സംഭവിച്ചത്. ഈ ആദ്യം ഇദ്ദേഹം പ്രിമാ ഫേസി മനസ്സിലാക്കേണ്ടത് കമ്മീഷൻ എന്താണ്, കമ്മിറ്റി എന്താണെന്നാണ്. ഒരു കമ്മീഷന്റെ മുമ്പിൽ ഉണ്ടാകുന്ന പ്രൊസീഡിങ്സ് അല്ല ഒരു കമ്മിറ്റിക്കുള്ളത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാഹുൽ അതൊന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പോലും അത് ഉൾക്കൊള്ളാതെ വീണ്ടും പറയുകയാണ്, എന്റെ അനുഭവമാണ്. ഒരു കമ്മിറ്റിക്ക് എങ്ങനെയാണ് ഒരു ആളിനെ സമൺ ചെയ്ത് വിളിക്കാൻ കഴിയുക? അങ്ങനെ സമൺ ചെയ്തൊരു എൻക്വയറിയിലേക്ക് പോകാൻ, ക്രോസ് ചെക്ക് ചെയ്തൊരു എൻക്വയറിയിലേക്ക് പോകാൻ ഒരു കമ്മിറ്റിക്ക് കഴിയുമോ? ഈ കമ്മിറ്റിയുടെ പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ ഏത് ഘട്ടത്തിൽ എവിടാ ഇത് പറയുന്നത്? ഒരു നിർമ്മാതാവ് വന്നിരുന്നു, ഇദ്ദേഹം പണ്ട് നടിയെ ആക്രമിച്ച കേസിനകത്ത് വന്നിരുന്ന കുറെ ചർച്ചയിൽ, എന്റെ പേര് ഇപ്പൊ ഓർക്കുന്നില്ലെങ്കിലും കുറെ ചർച്ചകളിൽ ഞാനും അദ്ദേഹവും കൂടെ പങ്കെടുത്തതാ. അദ്ദേഹം വളരെ പ്രിസംറ്റീവായിട്ട് ഈ ചില ആളുകളെ ശിക്ഷിക്കുകയും ചില ആളുകളെ ടാർണിഷ് ചെയ്യുകയും വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇത്തരത്തിലുള്ള ചർച്ചകളിൽ വന്നിരുന്നിട്ട് ഹേമ കമ്മിറ്റിയെ ഹേമ കമ്മീഷൻ എന്ന് പറയുകയും ആ ഹേമ കമ്മിറ്റി ഒരു കമ്മീഷന്റെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആരോപണ വിധേയരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഈ റിപ്പോർട്ടിന്റെ ഏത് പേജിലാണ്, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഏത് പേജിലാണ് ഇതിങ്ങനെ പറയുന്നത്? ഇങ്ങനെ ആരോപണ വിധേയരെ വിളിച്ചു വരുത്തി ക്രോസ് ചെക്ക് ചെയ്തു, അതൊന്നുമല്ലല്ലോ ഈ കമ്മിറ്റിയുടെ ഓബ്ജക്റ്റ്. ഇദ്ദേഹം ഇത് കമ്മീഷനാണെന്ന് വിചാരിച്ചു വശായി അങ്ങ് പോയി മൊഴി കൊടുക്കുമ്പോൾ ആദ്യം ഇതിന്റെ പേജ് നമ്പർ 2 ഒന്ന് വായിക്കണ്ടേ? ആ പേജ് നമ്പർ 2 അദ്ദേഹത്തിന്റെ അറിവിലേക്കായിട്ട് ഞാൻ വായിക്കാം. This committee is constituted by the government of Kerala to study the issues faced by the women in the film industry. അദ്ദേഹം ഉദ്ദേശിച്ച പരിപാടിക്ക് അല്ല ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അദ്ദേഹം ഇപ്പോഴും ധരിക്കുന്നത് അവിടെ ചെന്ന് ഒരു ജസ്റ്റിസ് റിട്ടയർ ആയി കഴിഞ്ഞാലും കുറെ അധികാരങ്ങളൊക്കെ ഉണ്ട്, അവിടെ ചെന്ന് അതിനൊക്കെ പരിഹാരം കാണാനായിട്ട് ഒരു വലിയ പടയുമായി വണ്ടിയും വിളിച്ച് അദ്ദേഹം പോയതാ ഇത് കമ്മീഷനാന്ന് പറഞ്ഞ്. ഇത്തരത്തിലുള്ള ഇതിനെക്കുറിച്ച് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്ത ആളുകൾ വന്നിരുന്ന് ഇങ്ങനെ അറിവ് ദയവായി പ്രദാനം ചെയ്യരുത്. ആദ്യം പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കമ്മിറ്റിയാണോ കമ്മീഷനാണോ? കമ്മിറ്റിക്കും കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ ഒബ്ജക്ട് ഓഫ് ഹേമ കമ്മിറ്റി? ഇതിനകത്ത് മൊഴി കൊടുക്കാനായിട്ട് ഒരുങ്ങി കെട്ടി പോയപ്പോഴെങ്കിലും ഇതൊന്നും മനസ്സിലാക്കിയിട്ട് പോണ്ടായിരുന്നു. നമുക്ക് ആ ലീഗൽ കൺഫ്യൂഷൻ നമുക്ക് തിരുത്താം. ഒരു കാര്യം പെട്ടെന്ന് ഒരു കാര്യം ശ്രീ പ്രജി വളരെ സീനിയർ ആയ അഡ്വക്കേറ്റ് ആണ്. ഞാൻ ഒരു സെക്കൻഡ് സാർ, പ്രജി വളരെ സീനിയർ ആയ അഡ്വക്കേറ്റ് ആണ്. ഞാനൊക്കെ കഴിഞ്ഞ തവണ എൻറോൾ ചെയ്തതാണ്. എനിക്കും ഇങ്ങനെ കമ്മീഷനും കമ്മിറ്റിയും തമ്മിൽ ഒരു കൺഫ്യൂഷനും മറ്റും ഉണ്ടായിരുന്നു. അപ്പൊ ഈ സാധാരണ ജനങ്ങൾ ഒരു ജുഡീഷ്യൽ ഓഫീസറിനും ജസ്റ്റിസിനും ഒക്കെ പറയുമ്പോൾ ഒരു നീതി കിട്ടാൻ, അതായത് നിയമത്തിൽ ആഴത്തിൽ പരിജ്ഞാനമില്ലാത്ത സാധാരണക്കാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാകാം. എനിക്ക് തോന്നുന്നു നമുക്കത്
കെയർഫുള്ളി പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നല്ലത്. അതുപോലെ ഒരു കാര്യം കൂടെ എനിക്കൊന്ന് ലിബർട്ടി ബഷീർ സാർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാര്യം മറുഭാഗത്തെ വിളിച്ചില്ലെന്നാണ് ഞാൻ ഇപ്പം കൂടി ഒരാളോട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മറുഭാഗത്ത് ആരോപണ വിധേയരെ വിളിച്ചതായിട്ട് എവിടെയും നമുക്ക് വാർത്തകൾ വന്നിട്ടില്ല. ഞാനിപ്പോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്തു. രാഹുൽ എനിക്ക് മനസ്സിലായി. രാഹുൽ, ഞാൻ അതിൽ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ. അഡ്വക്കേറ്റ് ടി ബി മിനി കൂടി നമുക്ക് ഒപ്പം ചേരുമ്പോൾ നിയമവിദഗ്ധർ രണ്ടുപേരുണ്ടാകുന്നത് എല്ലാ കാലത്തും നല്ലതാണ്. അഡ്വക്കേറ്റ് ടി ബി മിനി, അതിജീവിതയ്ക്കൊപ്പം നിന്നതിൽ, നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നതിന് നേരിട്ട ദുരനുഭവങ്ങളൊക്കെ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിട്ട് അല്പം സമയമൊക്കെ ആകുന്നതേ ഉള്ളൂ. ഈ ഒരു വിഷയമായിട്ട് വരുമ്പോൾ, ഹേമ കമ്മിറ്റിയായിട്ട് വിഷയം വരുമ്പോൾ ഈ പരാതി നേരിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അത് നിയമ നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ല, FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന് ഒരു വിഭാഗം പറയുകയും അങ്ങനെയല്ല എന്ന് മന്ത്രി അടക്കമുള്ളവരൊക്കെ ഇന്ന് പറയുന്ന സാഹചര്യം, കോടതി ചോദ്യം ചോദിച്ചൊരു സാഹചര്യം. എന്താണ് അതിന്റെ നിയമവശം? എന്താണ്? അല്ലെ, ഒരു കാര്യം പറയട്ടെ. ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി, കേസ് എടുക്കുമല്ലോ പരാതി ഇല്ലെങ്കിൽ. ഒരു സിമ്പിൾ ലോജിക്കാണ്. അതായത് ഇവിടെ നമ്മുടെ നേരത്തെ CRPC അനുസരിച്ചാണെങ്കിലും ഇപ്പോഴത്തെ ഭാരതീയ സംഹിത അനുസരിച്ചാണെങ്കിലും ഇവിടെ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്ത് അത് ഇൻഫർമേഷൻ പാസ് ചെയ്യപ്പെട്ടാൽ ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് അന്വേഷണം നടത്തുന്നതിന് ഇവിടെ യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ല. സർക്കാർ ഇതൊരു ചെറിയ റിപ്പോർട്ടല്ല, ഇതൊരു കാലാവസ്ഥാ നിരീക്ഷണ റിപ്പോർട്ടല്ല, ഇതൊരു ആഗോളതാപനത്തിന്റെ റിപ്പോർട്ടല്ല, ഇതൊരു ക്രൈം നടന്നതിന്റെ റിപ്പോർട്ടാണ്. ഈ പഠനത്തിന് വേണ്ടിയിട്ട് ഹേമ കമ്മിറ്റിനെ നിയോഗിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിന്റെ റഫറൻസ് ഉണ്ട്. ആ റഫറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ സംഭവിച്ചത്. ആ സൗണ്ട് ഒന്ന് കുറച്ചുകൂടെ, ആ മൈക്രോഫോൺ കുറച്ചുകൂടെ ഒന്ന് അടുത്ത് പിടിക്കോ? വളരെ വാലിഡ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നു, ആ സൗണ്ട് ഭയങ്കര ഫീബിൾ ആയിട്ട് പോകുന്നു. നമുക്ക് ഈ പോയിന്റ് വളരെ അത്യാവശ്യമാണ്, അതുകൊണ്ടാണ്. അതായത് നിങ്ങൾ ഒരു ക്രൈം ആണ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ കമ്മിറ്റി എന്ന് പറയുന്നത് കേവലമായ ഈ കാലാവസ്ഥ ചർച്ച ചെയ്യുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ടല്ല. ഇനി സിനിമാ മേഖലയിലെ നിരവധി വിഷയങ്ങളെ കുറിച്ച് വെറുതെ സംസാരിച്ച ഒരു റിപ്പോർട്ടല്ല. ആ റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്ത് കൃത്യമായും ആളുകൾ വന്ന് അവരെ ഹരാസ് ചെയ്തതിന്റെ ക്രൈം നടന്നതിന്റെ റിപ്പോർട്ട് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായും FIR ഇട്ട് അന്വേഷണം നടത്തുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ലാന്ന് മാത്രമല്ല മാൻഡേറ്ററിയുമാണ്. ഇനി പോസ്കോ വിക്ടിംസ് ആണെങ്കിലോ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിലോ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സമഗ്രമായി പഠിക്കുകയും നോക്കുകയും ചെയ്യാൻ ഈ 4.5 വർഷമായിട്ടും സർക്കാർ ശ്രമിച്ചില്ല എന്ന് പറയുന്നതാണ്. അത് ഏത് തരത്തിലുള്ള കമ്മീഷൻ ആയിക്കോട്ടെ കമ്മിറ്റി ആയിക്കോട്ടെ അതിനെയൊക്കെ പറഞ്ഞ് രാഹുൽ ഇങ്ങനെ മറ്റുള്ളവരെ അത് ബോധം കെടുത്തുന്നതിനോട് എനിക്കത് യോജിപ്പില്ല. ഇത് കമ്മിറ്റി റിപ്പോർട്ട് വെച്ചാൽ നിയമസഭയിൽ വെക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കി അതിന് കൃത്യമായി പണി കൊടുത്തതാണ് സർക്കാർ എന്ന് ആർക്കും മനസ്സിലാവാത്തത്. അപ്പൊ അത് ജനങ്ങളെ വിഡ്ഢികളാക്കാതെ ഇതിൽ നമുക്കൊരു സമഗ്രമായ മാറ്റമാണ് വരുന്നെങ്കിൽ ഇത്തരം ക്രിമിനൽസിനെതിരെ FIR ഇട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷണം നടത്തണം. ഇത്രയേ ഉള്ളൂ. അഡ്വക്കേറ്റ് ടി ബി മിനി, അത് പറയുന്ന കൂട്ടത്തിൽ ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പറയണം. കാരണം ഈ പരാതി കൊടുത്തപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നല്ലോ, ആ വഴിയാണല്ലോ പോകേണ്ടത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വഴിയുമായി പോയപ്പോൾ ഈ 7 വർഷം എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് അഡ്വക്കേറ്റ് ടി ബി മിനി. അങ്ങനെ ഒരു പരാതിയുമായി പോയിട്ട് നീതി കിട്ടിയോ ഈ നിമിഷം വരെ എന്നുള്ളതാണ്. നീതി എന്ന് പറയുന്നത് പരിപൂർണമായും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഓരോ സ്റ്റെപ്പായി അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ മെമ്മറി കാർഡ്, ഇപ്പൊ രാഹുൽ ഈശ്വരി ചർച്ചയിലുണ്ടല്ല, ഇങ്ങനെ ഒരു മെമ്മറി കാർഡ് ആ കോടതിയിൽ നിന്ന് നീക്കി ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ രാഹുൽ ഈശ്വരും ഞാനുമായിട്ടുള്ള ചർച്ചകൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു മെമ്മറി കാർഡ് കോടതിയിൽ നിന്ന് നീക്കി ചെയ്തിട്ടാണ് കോടതിയെ അപമാനിക്കാനാണെന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാവരും പറഞ്ഞത്. അതേ കോടതി അന്വേഷണം നടത്തി ഇങ്ങനെ ഒരു മെമ്മറി കാർഡ് നീക്കി ചെയ്യപ്പെട്ടെന്ന റിപ്പോർട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ നിസ്സാര കാര്യമാണോ? നിയമത്തെ പോകുള്ളൂ.
അവരുടെ ഒറ്റ കാര്യം മാത്രം അയാൾ പറഞ്ഞതിൽ ഒരു വരി കാര്യം മറ്റൊരു വിഷയം കൊണ്ട് എടുക്കുന്നില്ല. ഈ മാഡത്തിന്റെ 100-1 നിയമപരിജ്ഞാനം എനിക്കുള്ളൂ. ഇവർ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ട് ആക്സസ് ചെയ്യപ്പെട്ടു എന്നാണ്, ലീക്ക് ചെയ്യപ്പെട്ടു എന്നല്ല. ഞാനൊന്ന് റിമൈൻഡ് ചെയ്തേ ഉള്ളൂ. വാക്ക് ആക്സസ് എന്നാണ്, ലീക്ക് എന്നല്ല. രണ്ടും തമ്മിൽ ധാരാളം അർത്ഥവ്യത്യാസമുണ്ട്. ഒന്ന്. രണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സാധാരണക്കാർക്കടക്കം ലിബർട്ടി ബഷീർ സാറിനും എനിക്കും ഒക്കെ അടക്കം ഈ കമ്മീഷനും കമ്മിറ്റിയുമുള്ള കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുജനങ്ങൾ അതിനെ വിശ്വാസ്യതയോടെ കണ്ടു. അതിന്റെ മേൽ നമുക്ക് പരിഹാരം കിട്ടിയാൽ പോരെ, സൊല്യൂഷൻ സെൻട്രിക് ആവണ്ടേ? ഇപ്പൊ ആ കേസിൽ എത്ര പ്രായോഗികമാണ്. ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞ സോൾഡ് എക്സാമ്പിൾ, അപർണയോട് പറഞ്ഞ സോൾഡ് എക്സാമ്പിൾ 35 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ഭാഗ്യലക്ഷ്മി ചേച്ചി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ എന്ത് കേസെടുക്കാനാണ്? അതിന്റെ പേരിൽ എന്ത് പ്രായോഗിക നടപടികൾ പോസിബിൾ ആണ്? പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ പറ്റുമോ? നമ്മൾ പ്രാക്ടിക്കലായി കൂടെ സംസാരിക്കണ്ടേ? അപർണയുടെ ധാർമ്മിക രോഷം നല്ലതാണ്, ഐഡിയലിസം നല്ലതാണ്. പക്ഷെ കുറെ കൂടെ പ്രാക്ടിക്കലി ഒരു സ്റ്റേറ്റിനോ മുഖ്യമന്ത്രിക്കോ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കോ ഒരു കമ്മിറ്റിക്കോ കുറെ കൂടെ പ്രായോഗികമായി കൂടി കാര്യങ്ങൾ നോക്കേണ്ടി വരില്ലേ? രാഹുലെ ഞാനല്ല പറയണത്. ഇതില് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് ഈ എല്ലാ വിക്ടിമായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് മൊഴി തരേണ്ടവരിൽ നിന്ന് മൊഴി എടുക്കുകയും അവർക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കേസ് രജിസ്റ്റർ ചെയ്യുകയും അല്ലാത്ത കേസ് റഫർ ചെയ്ത് കളയാലോ. അതായത് അഡ്വക്കേറ്റ് ടി പി മിനി വീണ്ടും മൊഴി കൊടുക്കണം. അഡ്വക്കേറ്റ് ടി പി മിനി, അതാണ് ചോദ്യം. നമ്മുടെ കാതലായ വിഷയം അതാണ്. വീണ്ടും മൊഴി കൊടുക്കേണ്ടതായി വരിക. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിളിക്കുമ്പോൾ വീണ്ടും മൊഴി കൊടുക്കേണ്ടതായിട്ട് വരിക. ഇത് എങ്ങനെയാലും കൊടുക്കണം. ഒരു എഫ്ഐആറിൽ ഒരാൾ ചെന്നത് ഇൻഫർമേഷൻ പറഞ്ഞു ഒരു എഫ്ഐ സ്റ്റേറ്റ്മെന്റ് ഇട്ടാൽ രണ്ടാമത്തെ മൊഴി കൊടുക്കണം. നിങ്ങൾക്ക് ഇനി പ്രൊസീജിയർ അറിയാൻ പാടില്ല. മൊഴി പിന്നെയും പിന്നെ കൊടുക്കേണ്ടി വരും. ഈ വ്യക്തി ഈ നടി ആക്രമിച്ച കേസിൽ ആളുകൾ എത്ര പ്രാവശ്യം മൊഴി കൊടുത്തിട്ടുണ്ട്? അതൊക്കെ മൊഴി പിന്നെ പിന്നെ കൊടുക്കേണ്ടി വരും. അല്ല അപർണ ആലോചിച്ച് നോക്കുക. മിനി മാഡം പറഞ്ഞത് മിനി മാഡം പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെ വീണ്ടും വീണ്ടും കൊടുപ്പിക്കില്ലെന്നും വീണ്ടും അവരുടെ സ്വകാര്യത ലംഘിക്കില്ലെന്നും പ്രോമിസ് ചെയ്തിട്ടല്ലേ ഈ 63 പേർ ഹേമ കമ്മിറ്റി മുഖമെന്ന് പറഞ്ഞു. ഇതല്ലേ ബഹുമാനപ്പെട്ട സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. അതായത് വീണ്ടും വീണ്ടും രാഹുൽ കണ്ണടച്ചാൽ ഇരുട്ടാവില്ല. ഈ ആളുകളെ സംബന്ധിച്ച് രാഹുൽ ഇപ്പൊ പറഞ്ഞ പോലെ കമ്മീഷനാണോ കമ്മിറ്റി ആണോ എന്ന് അവർക്കറിയാമോ? അവരൊരു സർക്കാർ ബോഡി എന്നാണ് അതിനെ കരുതുന്നത്. ആ സർക്കാർ ബോഡിയിൽ അവര് അവരുടെ പരാതി നൽകിയിരിക്കുന്നു. ഇവിടെ എങ്ങനെയാ രാഹുൽ ആ റിപ്പോർട്ട് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് വായിച്ചു നോക്കിയാ ആ റിപ്പോർട്ടിൽ കൃത്യമായി ജസ്റ്റിസ് ഹേമ പറയണത് എന്താ? അദ്ദേഹം പറയണത് ഇവര് വരാതിരുന്നതായിട്ട് ബന്ധപ്പെട്ട് പോലീസ് വഴി നോട്ടീസ് സെർവ് ചെയ്തു. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ക്ലിയർ അല്ലേ? അവര് വന്നു, മൊഴി കൊടുത്തു, അവര് ചില തെളിവുകൾ കൊടുത്തു. ആ തെളിവുകൾ അവിടെ ഇല്ലേ? ആ തെളിവുകൾ കൊടുത്താൽ പിന്നെ ഉള്ളത് ഫർദർ സ്റ്റേറ്റ്മെന്റ് എടുക്കണമെങ്കിൽ അവരെ പോയി രഹസ്യമായി ഈ ഫർദർ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായാൽ എന്താ പ്രയാസം? അഡ്വക്കേറ്റ് പ്രിജി, താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അഡ്വക്കേറ്റ് ടി പി മിനി പറയുന്നത്? എനിക്ക് വ്യക്തമാകുന്നത് ഇനി ഇൻവെസ്റ്റിഗേഷൻ. അഡ്വക്കേറ്റ് പ്രിജി മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ വടക്കൻ ഭാഷ അദ്ദേഹത്തിന് ശരിക്കും അറിയാത്തതുകൊണ്ടാണ്. അഡ്വക്കേറ്റ് പ്രിജി, അഡ്വക്കേറ്റ് ടി പി മിനി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത് അതൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോലീസ് വഴി അവരിലേക്ക് എത്തുന്നു, അവര് വരുന്നു, മൊഴി കൊടുക്കുന്നു, എവിഡൻസ് അടക്കം കൊടുക്കുന്നു. ഈ വാട്സാപ്പ് ചാറ്റും വോയിസ് ക്ലിപ്പും ഒക്കെ ഉണ്ടല്ലോ അതിനകത്തെല്ലാം. ഫർദർ മൊഴിയിലേക്ക് കടക്കാം, അതും രഹസ്യ മൊഴികളായിരിക്കുമല്ലോ. ഇതിനകത്ത് എന്താണ് എനിക്കിപ്പോൾ ക്ലിയർ ആവുന്നത് ആ തരത്തിലാണ്. താങ്കൾ പറയുന്നത് വരെ ഇത് ഒരിക്കലും ഈ പ്രഹസനമായി റിപ്പോർട്ട് പോകുമെന്നുള്ളൊരു പേടിയാണ് നേരത്തെ താങ്കൾ അത് വിശദീകരിച്ചപ്പോഴൊക്കെ തോന്നിയത്. ഇപ്പോഴും ഇതൊരു പ്രഹസനമായി പോകും എന്നുള്ള നിലയിലുള്ള യാതൊരു ആർഗ്യുമെന്റും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ അത് ഒരുപക്ഷെ അപർണയുടെ നേരത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ അപർണയുടെ ഈ വിഷയത്തിനകത്തുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ധാർമ്മിക രോഷം കൊണ്ടോ ഒക്കെ അപർണയ്ക്ക് തോന്നിയതാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും ഈ റിപ്പോർട്ട് വെന്റിൻ വെയിനായി പോകും എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ റിപ്പോർട്ടിന്റെ ഉദ്ദേശം, ഓബ്ജക്റ്റ് സർക്കാർ ഉദ്ദേശിച്ചത് എന്താണോ ആ ഓബ്ജക്റ്റിലേക്ക് തന്നെ ഈ സർക്കാർ പോകും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. പിന്നെ ഈ പറഞ്ഞ ഉദാഹരണമൊക്കെ ഞാൻ ഇവിടെ നിന്ന് വളരെ രസകരമായി കേട്ടുകൊണ്ടിരുന്നതാണ്. അതായത് ഒരു ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നു, കേസെടുക്കണ്ടേ? ചോദ്യം ന്യായമാണ്. തീർച്ചയായും ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നാൽ കേസെടുക്കും, അന്വേഷണം നടക്കും. ഒരു ബോംബ് ബ്ലാസ്റ്റ് അതിനകത്ത് 2-3 ഫേസസ് ഉണ്ട് ആ പറഞ്ഞ ആ ഒരു ക്രിമിനൽ നടപടി. ഒന്ന്, ഒരു ബോംബ് ബ്ലാസ്റ്റിനെയും ഒരു റേപ്പിനെയും നമുക്ക് നിയമത്തിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള 2 എൻഡിൽ വെച്ച് മാത്രമല്ലേ കാണാൻ കഴിയൂ. ഒരു ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നത് പോലെയാണോ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നത്? ഇത് തമ്മിൽ നിയമപരമായി പരിശോധിക്കുമ്പോൾ അതിന് രണ്ടിനും ഐ ഓഫ് ലോയിൽ 2 ഇംപ്ലിക്കേഷൻ ആണ് ഉള്ളത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ഇസ് ദാറ്റ്
ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നു എന്ന് മാത്രം ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. അത് എന്ന്, എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ, ആരൊക്കെ അതിന്റെ വിക്ടിമായിട്ട് വന്നു, നത്തിങ് ഈസ് ദേർ. അങ്ങനെയാണെങ്കിൽ ആ അന്വേഷണം എവിടെ ചെന്ന് നിൽക്കും? ആ അന്വേഷണത്തിൽ ആരെങ്കിലും ഒരു രഹസ്യമൊഴി കൊടുക്കുമ്പോൾ ആ രഹസ്യമൊഴിയിൽ അവർ പ്രത്യേകിച്ച് പറയുന്നു, ഞാൻ ഇനി വേറെ എങ്ങും വന്നിത് പറയാൻ തയ്യാറല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ ഐഡന്റിറ്റി വളരെ വളരെ ഗോപ്യമായി സൂക്ഷിക്കണം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വേറൊരു ലോഫുൾ അതോറിറ്റിയുടെ മുമ്പിൽ വന്ന് ഇത് പറയാൻ പോകുന്നില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ, വെറും ഒരേ ഒരു സെന്റൻസ്, ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നു, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു FIR ഇട്ട് ഒരു ഫൈനൽ റിപ്പോർട്ട്, നമ്മുടെ നാട്ടിൻ പുറത്ത് പറയുന്നത് പോലെ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിയുമോ? ഒരിക്കലും ക്രിമിനൽ ജൂറിസ്പ്രൂഡൻസിൽ അത് നടക്കില്ല. അത് എന്ത് എക്സാമ്പിൾ ആ പറയുന്നത്? അതിന്റെ അടിസ്ഥാനത്തിൽ അത് നടക്കില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഈ പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരുടെയും പേരുകളില്ല. ഒരു സംഭവത്തെ സംബന്ധിച്ചും കൺക്ലൂസീവായ യാതൊന്നുമില്ല. കുറെ അസംഷൻസും കൺക്ലൂഷൻസും ആണ് ആ സംഭവങ്ങളിൽ പറയുന്നത്. ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ടേക്ക് എടുത്തപ്പോ 17 പ്രാവശ്യം ടേക്ക് എടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നു. അതെന്തിനാ പറയുന്നത്? ആ തരത്തിലുള്ള അരാജക പ്രവണതകളെ നമ്മുടെ സിനിമാ മേഖലയിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കുന്നതിനായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും സർക്കാരിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഒരു ഗ്രീവിയൻസ് കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഇത് ഹേമ കമ്മിറ്റി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലല്ലേ അവിടെ ഗ്രീവിയൻസ് കമ്മിറ്റി ഉണ്ടായത്? അപ്പോ ആ തരത്തിലുള്ള പഠനം നടത്തുകയും വരും നാളുകളിൽ ഈ തരത്തിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ സാമൂഹികമായി സാംസ്കാരികമായി പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു രൂപവൽക്കരണം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിന്റെ പഠനത്തിന്റെ ഭാഗമായി കുറേയേറെ ഒബ്സർവേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡുകളിലുണ്ട്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് പറഞ്ഞത് ഇതിന്റെ ബാക്കിയും കൂടി വരട്ടെ, ഞങ്ങൾ പരിശോധിക്കട്ടെ, ഇതിനകത്ത് പോലീസിന് കേസെടുക്കാൻ തക്ക ഒഫൻസിന് തുല്യമായ കാര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കട്ടെ എന്ന് കോടതി ഇന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഇന്ന് തന്നെ പറഞ്ഞാൽ പോരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക്, ഇവർ ഈ പറയുന്ന നിലയിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് ആണ് ഇതിൽ ഒളിച്ചിരിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ പറഞ്ഞൂടെ ഒരു FIR ഇട്ട് അന്വേഷണം നടത്താൻ? ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അതിനൊന്നും ഒരു തടസ്സവുമില്ല. പക്ഷേ പ്രിമാ ഫേസി എന്ന്, എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ, ആരോട് ചെയ്തു എന്നുള്ളത് വേണ്ട, അങ്ങനെ ഇരിക്കട്ടെ എന്നിരിക്കട്ടെ, അത് പിന്നീട് വന്നാൽ മതി എന്നിരിക്കട്ടെ. പക്ഷേ ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നു എന്നുള്ളതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ അപ്പോ ഇവർക്കെല്ലാവർക്കും വേണ്ടത് ഒരു FIR-ഉം ആ FIR-ൽ പരാമർശിക്കുന്ന ഇതിനകത്തെ പ്രമുഖരെന്ന് പറയുന്ന കുറെ ആളുകളുടെ പേരുകൾ മാത്രം മതി. ആ FIR-ന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടന്നാൽ മതി. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തു വന്നാലും ഒന്നുമില്ല. അതാണല്ലോ ഇതിന്റെ കൺക്ലൂഷൻ പാർട്ട് ഈ പറയുന്നതിന്റെ. അങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം തന്നെ സതുദ്ദേശത്തോടു കൂടി പറയപ്പെടുന്നതാണോ? ഒരു പറ്റം ആളുകളെ ഒന്ന് പീഡിപ്പിക്കുന്നതിന് വേണ്ടി ഒരു FIR വേണം. സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയിൽപ്പെട്ട പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പേരുകൾ വെച്ചൊരു FIR എടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി വഴിയും വഴിക്കരയും കെട്ടി കമ്മീഷനാണോ കമ്മിറ്റിയാണോ എന്ന് പോലും മനസ്സിലാക്കാതെ പോയി മൊഴി കൊടുത്ത ആളുകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു FIR ഇടുന്നു. കേരളത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന കുറെ ആളുകളുടെ പേരിൽ FIR വീഴുന്നു. ആ FIR-ന്റെ അടിസ്ഥാനത്തിൽ മാസങ്ങളോളം വർഷങ്ങളോളം ചർച്ചകൾ നടക്കുന്നു. അവരുടെ ജീവിതം മുഴുവൻ നശിപ്പിക്കപ്പെടുന്നു. നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവസാനം അന്വേഷിക്കുമ്പോൾ എത്തിച്ചേരുന്നത് എവിടാ? ഇതിനകത്ത് ഒരാൾ പോലും ജസ്റ്റിസ് അഡ്വക്കേറ്റ് പ്രിജി, അതായത് കുറെ പേർ ഇങ്ങനെ പറഞ്ഞ ചില ഗോസിപ്പുകൾ, അല്ലെങ്കിൽ സതുദ്ദേശത്തോടെ അല്ലാതെ മറ്റുള്ളവരെ താറടിക്കാൻ വേണ്ടി പറഞ്ഞ കുറെ ആരോപണങ്ങൾ അതുമാത്രം ഉൾക്കൊള്ളുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷെ അതാണ് അർത്ഥം വരുന്നത്, വരികൾക്കിടയിലൂടെ അതാണ് പറയുന്നത്. വരികൾക്കിടയിലൂടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് സാധുത എന്ന് പറയുന്നത് ഇതാണെന്നാണ്. അങ്ങനെയും ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് ഈ പറയുന്ന ആളുകളെ സമൻസ് അയച്ചു വരുത്തി അവരുടെ വീടുകളിലെല്ലാം പോലീസ് കയറി ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ജീവിതത്തിന്റെ ഇംപ്ലിക്കേഷൻസ് ഒന്നും മനസ്സിലാക്കാത്തത് എന്താ? അത് മനസ്സിലാക്കണ്ടേ? ഒന്നെങ്കിൽ അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഉത്തമ വിശ്വാസത്തോടു കൂടി സ്റ്റബേൺ ആയിട്ടാണ് ഈ നിർമ്മാതാവ് ഇത് പറയുന്നതെങ്കിൽ
ഇതൊക്കെ അറിയാവുന്ന ആളാണെങ്കിൽ ഒരു വലിയ മാധ്യമത്തിന്റെ മുമ്പിലല്ലേ ഇപ്പൊ ഇരിക്കുന്നത്? അത് തുറന്നു പറയാനുള്ള തന്റെ ഇടവും ചങ്കൂറ്റ ഇപ്പൊ ഒരാളിന്റെ പേര് പറയട്ടെ, ഒരാളിന്റെ പേര് അദ്ദേഹം പറയട്ടെ, കേസെടുത്ത് അന്വേഷിക്കും. അദ്ദേഹം അത് പറയാനുള്ള തന്റെ ഇടമുണ്ടോ? അല്ലാതെ ആ പണി സർക്കാർ ചെയ്യേണ്ടതെന്ന് പറയുന്നതാണോ ശരി? സർക്കാർ എല്ലാ ആളുകളെയും അങ്ങ് പ്രതിരോധത്തിലാക്കി എല്ലാവരെയും ശിക്ഷിക്കാൻ വേണ്ടി ലിബർട്ടി ബഷീറിനെ മാത്രം ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇപ്പൊ കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ പലരായിട്ട് പേരുകൾ പറയുന്നു, പല സംവിധായകരുടെ പേരുകൾ പറയുന്നു, നടന്മാരുടെ പേരുകൾ പറയുന്നു. പറയട്ടെ, നിങ്ങളൊന്ന് പറയൂ, ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ എന്ന് ചോദിക്കുമ്പോൾ ധൈര്യം കാണിക്കുന്നവരൊക്കെ വരുന്നുണ്ട്. ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയം പോലെയല്ല, പലരും പേര് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇത് വലിയ ദൂരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലിബർട്ടി ബഷീറിന് ധൈര്യം ഉണ്ടാകുമ്പോൾ ന്യൂസ് 18 ഇപ്പം ഫ്ലാഷ് ചെയ്ത് കാണിക്കുന്നുണ്ട്. WCC പറയുന്നത് ഈ റിപ്പോർട്ട് വെച്ച് സ്ത്രീകളെ അപമാനിക്കരുത്. ഞാനല്ല, രാഹുൽ ഈശ്വർ അല്ല, അല്ലെങ്കിൽ പ്രിജി അല്ല, ഇപ്പൊ നമ്മൾ കാണിക്കുക. അതായത് ഈ റിപ്പോർട്ടിനെ നമ്മൾ ദുരുപയോഗം ചെയ്യരുത്, അല്ലെങ്കിൽ മോശമായി ഉപയോഗിക്കരുത്. ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിയുടെ പുറത്ത് എന്നൊരു മനോഭാവം പാടില്ല. കളരി എന്ന് പറയുന്ന വലിയൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് നമുക്ക് ആ സ്പേസ് ഉള്ളത്. ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്തിയായിരിക്കും, അല്ലെങ്കിൽ കളരിയുടെ പുറത്തിരിക്കും എന്ന് പറയുന്ന എക്സ്ട്രീം അല്ല. അതാണ് ശ്രീ പ്രിജി വളരെ ബാലൻസ്ഡ് ആയി സൂചിപ്പിച്ചത്. ആശാനാണ് അതിക്രമം കാണിക്കുന്നതെങ്കിൽ നെഞ്ചത്ത് തന്നെ ഇരിക്കണം. രാഹുൽ, മൃദുല ദേവി, ഇതുവരെയുള്ള എന്റെ അടക്കം ധാർമ്മിക രോഷം മാറ്റിവെച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു വിഷയം, ആരോപണങ്ങൾ വരാം, അത് ഒരുപക്ഷെ ചിലപ്പോൾ വളരെ നിരപരാധികളായിട്ടുള്ളവരെ താറടിക്കുന്നതാകാം. ആ തരത്തിൽ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഒരു സിനിമാ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇമേജുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് അവർ തൂത്ത് നീക്കപ്പെടാം. അതുകൊണ്ട് കൂടി ഇതിനകത്ത് വളരെ കോഷ്യസ് ആയിരിക്കണം എന്ന് ഒരു പറയുന്ന വാദമാണല്ലോ ഈ പറയുന്നവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഷയം അത് പരിപൂർണമായിട്ട് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമാണോ മൃദുല ദേവി? ഞാൻ സംസാരിക്കാൻ തുടങ്ങുകയാണ്. എനിക്കറിയില്ല എനിക്ക് മുഴുവൻ സംസാരിച്ച് തീർക്കാൻ പറ്റുമോ എന്ന്. അപർണ എന്നെ ഒന്ന് മുഴുവൻ സംസാരിച്ച് തീർക്കാനായിട്ടുള്ള ആ ഒരു ഞാൻ 5:15 മുതൽ ഇവിടെ വന്നിരിക്കുക. എന്റെ നെറ്റ് പോവുകയാണ്, വെറുതെ ഇവരെ മാത്രം കേട്ടോണ്ടിരിക്കുക. എനിക്കൊരു ചാൻസ് കിട്ടുന്നില്ല. ഓക്കെ, ശരി. അപ്പൊ ഞാൻ പറയുന്നത് കുറച്ച് പുറകോട്ടൊന്ന് പോവുകയാണ്. വിജയശ്രീ എന്ന് പറയുന്ന ഒരു നടി പണ്ട് സിനിമയിൽ അഭിനയിച്ച സമയത്ത് അവര് ഇപ്പൊ ഇല്ല, നമ്മളുടെ കൂടെ ഇല്ല. അവരുടെ അവര് ഒരു ടർക്കി ശരീരത്ത് ധരിച്ചുകൊണ്ട് ഒരു പാട്ടസിനിയിൽ അവതരിപ്പിക്കുകയും അത് അഴിഞ്ഞു പോയ ഭാഗം എടുക്കരുത് എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ഇല്ലെന്ന് അവർക്ക് ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് അതേ ദൃശ്യങ്ങൾ കേരളത്തിൽ ഒട്ടാകെ ഇട്ട് പ്രദർശിപ്പിച്ച് ആ സിനിമ വമ്പൻ ഹിറ്റാക്കുകയും ചെയ്താണ്. നടി ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഓക്കെ, അങ്ങനെ ഒരുപാട് ദുരൂഹ മരണങ്ങളാണ് പറയാനാണെങ്കിൽ ഒരുപാട് പേരുടെ ഉണ്ട്. ഈ നമ്മുടെ ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്കിൽ അഭിനയിച്ച പശി ശോഭ, അങ്ങനെയൊക്കെ ഒരുപാട് പേര്. പിന്നീട് 6 മാസത്തിന് ശേഷം അവരുടെ അമ്മ പ്രേമ മരിക്കുന്നു. ഒരുപാട് പേരുണ്ട്. ഒത്തിരി പേരുടെ കണ്ണീര് വീണാണ് ഈ ഇന്ത്യൻ സിനിമാ ലോകം, അതിൽ തന്നെ മലയാള സിനിമാ ലോകം ഈ കയറി വന്നത്. സാധാരണ ചെറിയൊരു ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രിക്കകത്ത് ഇപ്പൊ ഇടുന്നുകൊണ്ട് പിണറായി ശരണം, പിണറായി അല്ലാതെ ഒരു ശരണമില്ല അയ്യപ്പ എന്ന് പാടാനല്ല ഞാൻ ഇരിക്കുന്നത്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കേട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ നമ്മളെ അബ്യൂസ് ചെയ്ത ആളുടെ കൂടെ നെക്സ്റ്റ് ഡേയിൽ പ്രണയപൂർവ്വം അഭിനയിക്കേണ്ടി വരിക, 10-17 തവണ നിരന്തരമായി അവരെ ആലിംഗന സീനുകൾ റിപ്പീറ്റ് ചെയ്ത് എടുപ്പിക്കുക, പിന്നെ അതുപോലെ ബെഡ്റൂം സീനുകൾക്കൊക്കെ വീണ്ടും റീടേക്കുകൾ ചെയ്യാൻ നിർബന്ധിപ്പിക്കുക, അതുപോലെ തന്നെ കഥകിൽ മുട്ടുന്ന ഇത്തരം വിഷയങ്ങളൊന്നും ഇവിടെ സംസാരിച്ചിട്ടില്ല. ഇന്നിവിടെ സംസാരിച്ചപ്പോൾ പ്രത്യേകിച്ചും അഡ്വക്കേറ്റ് പ്രിജി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിയമത്തെ പറ്റി എന്ത് പറഞ്ഞാലും അദ്ദേഹം അനുവദിക്കത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു ആൺ പോരുമ അദ്ദേഹം എന്നോട് പറയുന്നത്. കാരണം അദ്ദേഹം LLB എടുത്തതുകൊണ്ട് ഞാൻ അനുസരിച്ചോണം എന്നൊരു മട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ എനിക്ക് ഇവരുടെയൊക്കെ വർത്തമാനം പറയുമ്പോൾ എനിക്ക് കേൾക്കുന്നത് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ ജവഹർലാൽ നെഹ്റു വൈസ്മാൻ എന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ അദ്ദേഹം ഹിമാലയങ്ങൾ ഭാഗത്തൊക്കെ എവിടെയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, നെഹ്റു സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഒരു വൈസ്മാനെ കാണുന്നുണ്ട്. ആ വൈസ്മാനെ സിംഗിൾ ഇൻവെർട്ടർ കോമയിലാണ് വൈസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഈ വൈസ്മാൻ എങ്ങനെയാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അരയിൽ ഈ ഒരു ബെല്ലിയില് ഒരു ഇത് കെട്ടിയിട്ടുണ്ട്. കാരണം അതൊരു വിസ്ഡം ചരടാണ്. കാരണം അദ്ദേഹത്തിന്റെ വിസ്ഡം പൊട്ടിപ്പോകാതിരിക്കാനാണ് അദ്ദേഹം അത് കെട്ടിയിരിക്കുന്നത്. കാരണം അത് പൊട്ടിപ്പോയാൽ ലോകത്തിന്റെ വിസ്ഡം അതിനകത്താണ്. മറ്റൊന്ന് തലയിൽ ഒരു ടോർച്ച് അദ്ദേഹം ഇങ്ങനെ ബാൻഡ് വെച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനാലാണ് ഈ വഴി നയിക്കുന്നത്. അത്തരത്തിലൊരു അഡ്വക്കേറ്റ് പ്രിജി ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം അല്ലാതെ വേറെ പ്രിജി അല്ലാതെ ഒരു ശരണമില്ല അയ്യപ്പ എല്ലാവരും കേട്ടണം, ഇദ്ദേഹം മാത്രം പഠിച്ചയാള്, ബാക്കി ആർക്കും ഒന്നും അറിയത്തില്ല എന്ന രീതിയിലാണ് വന്നത്. എനിക്കിതൊന്നും അറിയത്തില്ല, കമ്മീഷൻ എന്താണെന്ന് അറിയത്തില്ല, കമ്മിറ്റി എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ സ്ത്രീകൾക്ക് അവിടെ മൂത്രപ്പുരയില്ല എന്ന് മനസ്സിലാക്കിയത് ഈ പ്രിജി ഒന്നും ഉണ്ടായിട്ടല്ല, ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂലം മാത്രമാണ്. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ദുനിയാവിന്റെ ഏത് കോണിലെ ഇത്തരം ഇരകളാക്കപ്പെട്ട നിരവധി സ്ത്രീകൾ
പുരുഷന്മാരും ക്യൂർ മനുഷ്യരും അവിടെ വരും. അത് മാത്രമേ ഉള്ളൂ. നാളെ ഈ അഡ്വക്കേറ്റ് പ്രിജിയുടെ കുടുംബത്തില് അദ്ദേഹത്തിന്റെ സൗഹൃദ വൃന്ദങ്ങളിലും ഒക്കെ ഒരു വിഷയം ഉണ്ടായാല് ഇദ്ദേഹം എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, അദ്ദേഹം ഏതിന് ഇതിനോട് നിൽക്കുന്നത്, അദ്ദേഹത്തിന് ഇപ്പൊ സർക്കാരിനെ ഒന്നും പറയരുതെന്നുള്ളൂ. നമുക്ക് അങ്ങനെയല്ല, ഇരയാക്കപ്പെട്ട മനുഷ്യരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതൊരു സഹാനുഭൂതിയാണ്, അനുകമ്പയാണ്, ആർദ്രതയാണ്. അതാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. അതിനുവേണ്ടി കോംപ്രമൈസ് ചെയ്യുവാൻ വേണ്ടി സമൂഹത്തിലൊന്നും വരാൻ തയ്യാറല്ല. അവിടെ അജിറ്റേറ്റ് ചെയ്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അജിറ്റേറ്റ് ചെയ്ത് തന്നെ സംസാരിച്ചുകൊണ്ട് ഇത് എത്തിക്കാനായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപർണയടക്കം ഉള്ളവരെല്ലാവരും ചെയ്യുന്ന സാഹചര്യം. മൃദുല, ഒരു ചെറിയ ചോദ്യം. ഇപ്പോൾ 1-2 കേസുകൾ വന്നു, ഈ ചില സംവിധായകർക്കെതിരെയൊക്കെ ഇത്തരം ചില കേസുകൾ വന്നു, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം. പക്ഷെ ആ കേസ് എവിടെയും എത്തിയില്ല. അത് പരാതി വരുന്നു, അവർ പരാതി കൊടുക്കുന്നു, പോകുന്നു, പലതും ചില ആരോപണങ്ങളൊക്കെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് കോടതി ഇവരെ കുറ്റവിമുക്തരാക്കുന്ന ഒരു വിഷയമുണ്ടായി. അപ്പോൾ അത്തരം ചില കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു വെർഷൻ ഉണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യമാണല്ലോ രാഹുലും അഡ്വക്കേറ്റ് പ്രിജിയൊക്കെ ചോദിക്കുന്നത്. അതിൽ ചില കാരണങ്ങളില്ലേ? നമ്മുടെ കോടതി ക്ലിനിക്കൽ എവിഡൻസ് ആണ് നോക്കുന്നത്, എവിഡൻസ് കോടതിയാണ്. അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ കോടതിയുടെ മുമ്പാകെ വരുന്നത് ഏറ്റവും റെസ്പെക്റ്റോടെ പറയുന്നത് കോടതിയുടെ മുമ്പിൽ കിട്ടുന്ന തെളിവുകൾ അനുസരിച്ചാണ് കോടതിയെ പ്രതികളെ കുറ്റവിമുക്തരാക്കുന്ന കുറ്റവാളികളെ കണ്ടുപിടിക്കുന്ന കുറ്റവിമുക്തരാക്കുന്നതും. അതിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് പോലീസ് അടക്കമുള്ള നിയമ സംവിധാനങ്ങളും ആ സമയത്ത് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടും അതനുസരിച്ചൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ കൂടിയാണ് കോടതിയുടെ മുമ്പിലേക്ക് എത്തുന്നത്. അവിടെ എത്തുന്ന ആ ഒരു വലിയ ദൂരമാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ശരിയാണ്, അവിടെ എത്തുക എന്നുള്ളത് നമുക്ക് ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ എത്താൻ പറ്റും. പ്രബലതയില്ലാത്തവർ, ശബ്ദമുള്ളവർ, ശബ്ദിക്കാൻ സാധ്യതയില്ലാത്തവർ, ചിന്തിക്കാനോ പറയാനോ നോക്കാനോ മിണ്ടാനോ പോലും പറ്റാത്ത തരം വൾണറബിലിറ്റി അനുഭവിക്കുന്ന മനുഷ്യർക്ക് കോടതിയിലേക്ക് തെളിവുകൾ എത്തിക്കുവാൻ വേണ്ടി കൃത്യമായ രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടലുകൾ ഇല്ലാത്ത തെളിവെടുപ്പുകൾ ഉണ്ടാകണം. അത്തരം ഒരു സംവിധാനം ഇന്ത്യൻ സിസ്റ്റത്തിനകത്ത് സ്ത്രീകൾക്കോ ദുർബല സമൂഹങ്ങൾക്കോ സീനിയർ സിറ്റിസൺസിനോ കുഞ്ഞുങ്ങൾക്കോ വളരെ സീരിയസ് ആയ അലിഗേഷൻ. ഒരു ഒറ്റ വരി മാത്രം. നമ്മുടെ കോടതി സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ജയലളിതയെ പിടിച്ച് ജയിലിലിടുന്നതാണ്, ലാലു പ്രസാദ് യാദവിനെ ജയിലിലിടുന്നതാണ്, 1 ലക്ഷം കോടി സമ്പത്തുള്ള സഹാറ ഗ്രൂപ്പിന്റെ ഉടമ പൂനെയിലെ തിഹാർ ജയിലിൽ താഴെ കിടത്തിയ കോടതികളാണ് നമുക്കുള്ളത്. ആർക്കെതിരെയും നമ്മുടെ കോടതികളാണ് ഇന്ത്യയിൽ ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്ന സംവിധാനം. അപ്പൊ അവിടെയാണ് കോടതികൾ പറഞ്ഞു. ഒരു വാക്ക് മാത്രം പറയാം. വിജയബാബുവിന്റെ കേസിൽ പോലീസുകാരോട് പറഞ്ഞു, മീഡിയക്കാരെ കാണിക്കാനല്ലേ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പൊ ആ മനോഭാവത്തിൽ കയ്യടി നേടാൻ വേണ്ടി ആൾക്കാർ പ്രവർത്തിക്കരുത്. ഇന്ത്യയിൽ ഏറ്റവും നന്നായി രാഹുൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അപ്രിയമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത് കോടതിയെ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് എനിക്കും താങ്കൾക്കുമൊക്കെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അതിന്റെ അർത്ഥം അത്തരം സത്യങ്ങൾ ഇല്ലാതാകുന്നില്ല എന്നല്ല. അത്ര ആ രീതിയിലാണല്ലോ എനിക്ക് പൊതിഞ്ഞുകൊണ്ട് പറയാൻ കഴിയുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പേരെടുത്ത് വിമർശിച്ചതിന് അദ്ദേഹത്തിന്റെ കോടതിയിൽ എനിക്കെതിരെ കേസ് പോയൊരു വ്യക്തിയാണ്. എനിക്ക് പറയുന്നതിന് യാതൊരു മടിയില്ല. പക്ഷെ കോടതികളാണ് ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നത്. ബഹുഭൂരിപക്ഷം ഈ രാജ്യത്ത്. രാഹുൽ, ഇത് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുവല്ലായിരുന്നു രാഹുലെ? രാഹുൽ, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ രാഹുൽ? ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു രാഹുൽ, ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. ഇനി ഒരു വരി മാത്രം. നമ്മുടെ കോടതികളാണ് ഈ രാജ്യത്തിന്റെ ബാലൻസ് നിലനിർത്തുന്നത്. ബാക്കി എല്ലാ സംവിധാനങ്ങളെക്കാട്ടിയും ഏറ്റവും വിശ്വാസത്തെ കോടതിക്കാണ്. പക്ഷെ നമ്മുടെ ഒരു ന്യൂസ് റൂമിന്റെ നമ്മുടെ ഈ ന്യൂസ് റൂമിന്റെ അവസ്ഥയാണ് AMMA, മാക്ട, ഫെഫ്ക ഇങ്ങനെ പുരുഷാധിപത്യമുള്ള സമൂഹങ്ങൾ നിയന്ത്രിക്കുന്ന ഈ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഇതത് ഫെവിക്കോൾ തേച്ചൊട്ടിച്ചതുപോലെ ഇവിടെ കുറെ പേര് ഇരിപ്പുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനമല്ല. അവിടെ ആദ്യം കയറി ആരെ ഇരുത്തിയോ അവരെ ഫെവിക്കോൾ ഒട്ടിച്ചിരുത്തിയിരിക്കുന്നതാണ്. അവര് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വമ്പന്മാർക്ക് പിൻപിൽ കുറെ പേര് സ്ത്രീകള് ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ പപ്പറ്റായിട്ട് നിൽക്കുന്നവരുണ്ട്. അതിനെതിരെ നിന്നുകൊണ്ട് ശബ്ദം ഉയർത്തുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് പോലെ എനിക്ക് ആരുടെയും അകാരണമായോ അധാർമികമായോ അത് പ്രമുഖരാകട്ടെ പ്രമുഖരല്ലാത്തവരാകട്ടെ ഒന്നും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആ സ്ത്രീകൾ പറഞ്ഞ ആ ഒരു വോയിസ് ഉണ്ട്. ആ വോയിസ് കേൾക്കുക എന്നുള്ളത് കേരളത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണ്. നമ്മൾ പഠിച്ച ലോയും നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന അനുകമ്പ ആർദ്രതയും ഒക്കെ അതിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഞാനാണ് സർവം, രാജ്യവും ശക്തിയും മഹത്വവും ഞാനേ പറയാവുള്ളൂ, എനിക്ക് മാത്രമേ വിവരമുള്ളൂ, ഈ ഇരിക്കുന്നവരെല്ലാവരും ഇതിന്റെ സ്പെല്ലിംഗ് ഒന്നും പഠിച്ചിട്ട് വരാൻ സൗകര്യമില്ല. സ്ത്രീകൾക്ക് നീതി മലയാള സിനിമയ്ക്കകത്ത് കിട്ടുക തന്നെ വേണം. ഒരു മൂത്രപ്പുര കൊടുക്കാൻ പോലും സമ്മതിക്കാത്ത നിങ്ങളൊക്കെയാണല്ലോ ചാനൽ ചർച്ച വന്നിരിക്കുന്നത് ഓർത്താണ്. നിങ്ങൾ അതിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചോ? കുറെ പേര് പിണറായിക്ക് ജയ് വിളിക്കണം, കുറെ പേർക്ക് സമൂഹത്തിന് വേണ്ടി ജയ് വിളിക്കണം, ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സ്ത്രീയെ പറ്റി ആരെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞോ? അർച്ചന പത്മിനി ഇത് തന്നെയാണ് പറയുന്നത്. പറയുന്ന പെണ്ണ്
വെർബൽ റേപ്പിന് ഇരയാകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുക്കാത്തതെന്ന് നമ്മൾ ഒന്നും കൂടി കേൾക്കണം. യെസ്, അഡ്വക്കേറ്റ് പ്രിജി, ഒരു കേസുമായിട്ട് മുന്നോട്ട് ഒരു സ്ത്രീ വരണമെന്നുണ്ടെങ്കിൽ, ഈ സിനിമ മാറ്റി നിർത്തുക, ഒരു കേസുമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, ഇത്തരം വിഷയങ്ങളിൽ ഏത് തരത്തിൽ ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എത്ര കാലം കോടതിയിൽ നിൽക്കണം, ഏത് തരത്തിലുള്ള കോർട്ട് ട്രയലുകളിലൂടെ കടന്നു പോകണം, അതിൽ ഏത് തരത്തിൽ എവിഡൻസ് കൊണ്ടുവരണം, ഈ എവിഡൻസ് കൊണ്ടുവരിക എന്ന് ഞാൻ കോടതിയുടെ സിസ്റ്റത്തെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ താങ്കൾ ഒരു അഭിഭാഷകനാണ്, താങ്കൾക്ക് വ്യക്തമായിട്ടറിയാം. വ്യക്തിപരമായിട്ട് എനിക്ക് ചില അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ കഴിയും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഒരു സ്ത്രീക്ക് വളരെ എളുപ്പത്തിൽ നീതി കിട്ടുക അത്ര എളുപ്പമുള്ള കാര്യമാണ് ഈ സമൂഹത്തിലെന്ന് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കരുതുന്നില്ല. താങ്കൾ അങ്ങനെയാണ് എന്ന് പറയുന്നത് താങ്കൾ ഒരു പ്രതീക്ഷയുടെ ഒരു സ്വരം പ്രകടമാക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നാണ് ഞാൻ വിചാരിക്കുക. അങ്ങനല്ല, പിന്നെ പറഞ്ഞ അത് നമ്മളൊരു വലിയ കോണ്ടെക്സ്റ്റിൽ ചർച്ച ചെയ്യേണ്ട വലിയൊരു വിഷയത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ അപർണ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തിൽ പറയുന്നത്. അത് നമ്മുടെ കോടതികളിലെ നടപടിക്രമങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ കോടതികളിലെ കേസിന്റെ ട്രയൽ വരുന്നതിനെ കുറിച്ച്, മൊഴി കൊടുക്കുന്നതിനെ സംബന്ധിച്ച്, ഇൻ ക്യാമറ സംവിധാനത്തെക്കുറിച്ച്, സ്ത്രീകൾക്ക് വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കുന്നുണ്ടോ, കോടതികളിൽ മൊഴി സ്വതന്ത്രവും നിർഭയവുമായി നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ പരിപൂർണമാണോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ നമ്മുടെ നിയമ വിചക്ഷണന്മാരും അതോടൊപ്പം തന്നെ നമ്മുടെ ഉയർന്ന കോടതികളുമൊക്കെ വളരെ ഗൗരവതരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതെല്ലാം തന്നെ എല്ലാം കുറ്റമറ്റ നിലയിൽ എല്ലാവർക്കും മൊഴി കൊടുക്കാൻ, എല്ലാവർക്കും സുരക്ഷ ഉറപ്പാക്കാൻ, എല്ലാവർക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നിയമസ്ഥാപനങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതോടൊപ്പം ചേർത്ത് വെച്ച് ഒരു കാര്യം പറയാതെ പോകാൻ കഴിയില്ല. കാരണം സ്ത്രീകൾക്ക് മൂത്രപ്പിര ഇല്ല എന്ന് കണ്ടെത്തിയത് ഹേമ കമ്മിറ്റി വന്നപ്പോഴാണ് എന്ന് ആക്ടിവിസ്റ്റ് പറഞ്ഞു. പക്ഷേ ആ ഹേമ കമ്മിറ്റി വന്നത് അവര് ശരണം വിളിക്കാത്ത പിണറായി വിജയന്റെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടാണ് ആ ഹേമ കമ്മിറ്റി ഉണ്ടായത്. ആ ഹേമ കമ്മിറ്റി വന്നത് കൊണ്ടാണ് മൂത്രപ്പിര ഇല്ല എന്നുള്ള റിപ്പോർട്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത്. അവിടെ നമ്മൾ ശരണം വിളിക്കണ്ട, പക്ഷേ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ് എന്ന് തുറന്നു പറയാൻ പറ്റാത്ത ആളുകൾ ഈ തരത്തിൽ വളഞ്ഞ വഴികളിലൂടെ പറയുമ്പോൾ അത് അവരറിയാതെ പുറത്തേക്ക് വരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത് എന്ന് കാണേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനവും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരും ഗവൺമെന്റും എല്ലാം ശ്രമിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം പരമാവധി സുരക്ഷയും അതോടൊപ്പം തന്നെ നിയമ സംവിധാനത്തിൽ പരമാവധി നീതിയും ഉറപ്പാക്കുക എന്നുള്ള പ്രതിജ്ഞയോട് കൂടിയല്ലേ നമ്മുടെ നിയമസ്ഥാപനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ആ തരത്തിൽ ഇപ്പൊ ഒരു 100% അങ്ങനെ നീതി ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ 100% നിർഭയമായി കോടതികളിലേക്ക് വരാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്കും അതില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ അതിലേക്കുള്ളൊരു യാത്രയിലാണ് നമ്മുടെ നിയമസ്ഥാപനങ്ങൾ, അതിലേക്കുള്ളൊരു പ്രയാണത്തിലാണ് നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റും എന്ന് മനസ്സിലാക്കുന്നതിനായി ഹേമ കമ്മിറ്റിയെ പോലെയുള്ള കമ്മിറ്റികൾ വെച്ച് സ്ത്രീകൾക്ക് മൂത്രപ്പുരയില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടത്ര അമെനിറ്റീസ് സിനിമ മേഖലകളിൽ ഇല്ല എന്നുള്ള കൺക്ലൂസീവായ ഒരു പഠനം നടത്തി അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരം നിർദ്ദേശിക്കുന്നതിന്റെ പാതയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആക്ടിവിസ്റ്റ് കൂടി മനസ്സിലാക്കിയതിൽ അവരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഡോക്ടർ ആശ, ഇത് പറഞ്ഞ് എല്ലാം അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ മൃദുലാദേവി പറയുന്നതെല്ലാമാണ്. ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് കേസാകുമ്പോൾ ഇതൊരു അറസ്റ്റ് ഉണ്ടായാൽ പോലും അതിന് ആ കേസുമായി ബന്ധപ്പെട്ടൊക്കെ മറുവാദങ്ങളുണ്ട്. രാഹുൽ തന്നെ ആ വാദത്തിൻ്റെ ഒരു വക്താവ് കൂടിയാണ്. അപ്പോഴും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല. ഈ 7 വർഷം ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ, വിചാരണയുടെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ നീതി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഒരു വല്ലാത്തൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന് ചെറിയ സ്ട്രെങ്ത് പോരാ, ചെറിയ സ്ട്രഗിൾ പോരാ, ചെറിയ ബാക്കപ്പ് ഒന്നും പോരാ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പോരാട്ടത്തിലേക്ക് ഇറങ്ങി പുറപ്പെടണം എന്നുണ്ടെങ്കിൽ അതിഭീകരമായിട്ടുള്ള ആ നിശ്ചയദാർഢ്യവും പിന്തുണയും ഒക്കെ വേണം. നിർഭാഗ്യവശാൽ അതില്ലാത്ത മെജോറിറ്റി അവരെന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഡോക്ടർ ആശ,
ഒന്നുകൂടെ പറയാമോ? ഞാൻ പറഞ്ഞത് ചോദ്യം കേട്ടോ ഒന്നുകൂടെ ഡോക്ടർ ആശ? പറയാമോ? ഞാൻ പറഞ്ഞത് കേട്ടോ? ഇല്ല ഒന്നുകൂടെ പറയാമോ? യെസ്, ഒരു മിനിറ്റ് ഡോക്ടർ ആശയിലേക്ക് വരും. ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ലിബർട്ടി ബഷീർ, താങ്കൾക്ക് പറയാനുള്ളതൊന്ന് മുഴുമിപ്പിക്കാം. എന്നോടാണോ? അതെ, താങ്കളെ മുഴുമിപ്പിച്ചോളൂ, എന്നിട്ട് ഞാൻ ഡോക്ടർ ആശയിലേക്ക് വരാം. ആ രീതിയിലേക്ക് എനിക്ക് ചോദിക്കാം. താങ്കൾ പറയാനുള്ളത് കൂടെ മുഴുമിപ്പിച്ചോളൂ. അല്ല, ഇത് ശബ്ദം മുഴുവൻ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ഓക്കെ ഡോക്ടർ ആശ, ഡോക്ടർ ആശ, ഞാൻ ചോദിച്ചത് ഈ പരാതി കൊടുക്കണം, സ്ട്രഗിൾ നടത്തണം, ആ ഫൈറ്റുമായിട്ട് മുന്നോട്ട് പോകണം. ഈ 7 വർഷം നടി ആക്രമിക്കപ്പെട്ട കേസിൽ നമ്മളത് കണ്ടു. WCC കൊടുത്ത ബാക്കപ്പ്, പൊതുജനങ്ങൾ കൊടുത്ത ബാക്കപ്പ് ഒക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ആ സ്ട്രഗിൾ മുന്നോട്ട് പോകുന്നത്. അതും ചെറിയ സ്ട്രഗിൾ ഒന്നും ആയിരുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് അതിനുള്ള ഗട്സ് ഉണ്ടാവില്ല, ആ ബാക്കപ്പ് കിട്ടണം എന്നില്ല. എത്ര പേർക്ക് നിങ്ങൾ ബാക്കപ്പ് കൊടുക്കും? അതൊക്കെ ഉണ്ട്. അതൊരു വലിയ ചോദ്യമാണ്. അതൊരു സിസ്റ്റം ശരിയാകേണ്ട വിഷയമാണ്. ആ ഒരു പ്രശ്നം, ആ ഒരു പ്രതിസന്ധി ഈ റിപ്പോർട്ട് ഫലപ്രദമായി നടപ്പാക്കുന്നത് സംബന്ധിച്ചും മുന്നിൽ നിൽക്കുന്നുണ്ട്. സിസ്റ്റത്തെ മുഴുവൻ റെക്ടിഫൈ ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അത് അംഗീകരിക്കണ്ടേ ഡോക്ടർ ആശ? തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ 7 വർഷം കണ്ടത് വളരെ പ്രതീക്ഷയുള്ള ഒരു സമീപനമാണ്. പല പ്രധാനപ്പെട്ട എന്താ പറയുന്നത്, ഇപ്പം നീതിന്യായ വ്യവസ്ഥയാണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഒക്കെ വളരെ കൃത്യമായ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനൊരു സംശയവുമില്ല. പക്ഷേ അതിൻ്റെ ഫോളോ അപ്പാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് അറിഞ്ഞുകൂടാത്തത്. ഫോർ എക്സാമ്പിൾ, 5 വർഷമായിട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ് അടുത്തിരിക്കുന്നു. അതുപോലെ ഇതിന് ശേഷം വന്നിട്ടുള്ള ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പിന്നെ നീതിന്യായ വ്യവസ്ഥയിലുള്ള ഒരു വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് മീറ്റു എന്ന് പറയുന്ന മൂവ്മെൻ്റ് ഉണ്ടായിട്ടുള്ളത്. ഉണ്ടായിട്ടുള്ളത് എല്ലാം സെക്ഷൽ ഹാരസ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന യങ് ആൾക്കാർ മുതൽ വളരെ പ്രായമുള്ള ആൾക്കാർ വരെ, സ്ത്രീകൾ, മീറ്റു എന്ന് പറയുന്ന മൂവ്മെൻ്റ് ഉണ്ടാക്കിയത് ഇതുകൊണ്ടാണ്. കാരണം ആ നീതിന്യായ വ്യവസ്ഥ എങ്ങനെ സ്ത്രീയോട് ഇടപെടും എന്നുള്ളതിൻ്റെ യാതൊരു ഉറപ്പുമില്ലാത്ത ഒരവസ്ഥ ഉണ്ട് എന്ന് സ്ത്രീകൾ പറയുന്നതിൻ്റെ സ്ത്രീകളുടെ ഉത്തരമായിരുന്നു അത്. അപ്പം നമ്മൾ അത് മറക്കാൻ പാടില്ല. ആ സിസ്റ്റം ശരിയായി വരാൻ എത്ര സമയമെടുക്കും എങ്കിലും നമ്മൾ ആ സമയം അങ്ങനെ തന്നെ നമ്മൾ പോരാടിക്കൊണ്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ അത് നമുക്ക് ഇതുവരെ അത് കൊണ്ടുവന്ന് വെച്ചവരോട് നമ്മൾ ചെയ്യുന്ന നീതികേടാണ്. അതുകൊണ്ട് അത് ചെയ്തേ പറ്റൂ. അത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയും വേണം. എല്ലാവരും അതിനോടൊപ്പം ഉണ്ടാവണം. അത് സമൂഹം മാറാനും സമൂഹം കുറച്ചുകൂടി ആരോഗ്യകരമാകാനുമുള്ള ഒരേ ഒരു വഴിയാണ്. വേറെ ഒരു വഴിയുമില്ല. ഡോക്ടർ ആശ, ഞാൻ ഒരു വരിയിൽ കൂടെ ചോദിച്ചത്, നമുക്ക് ഏതായാലും ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് പോകുന്നതിന് മുമ്പ് ഈ കോൺക്ലേവ്, സിനിമ ഒരു കോൺക്ലേവ്, അതിനെതിരെ പ്രതിപക്ഷമൊക്കെ പ്രതിഷേധവുമായിട്ട് വന്നിരിക്കുന്നു. ഇത് രാഷ്ട്രീയ വിഷയത്തിലേക്കൊക്കെ കടക്കുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അങ്ങനെ ഒരു കോൺക്ലേവ്, WCC അങ്ങനെ ഒരു കോൺക്ലേവിനെ എതിർക്കുക തന്നെയാണോ? ഇരകളും വേട്ടക്കാരും ഒരുമിച്ച് വരുന്ന കോൺക്ലേവ് നടപ്പാക്കുന്നത് എന്തിനാണെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. WCC അതിനൊരു വ്യക്തമായിട്ടുള്ളൊരു നിലപാടും ഒരു സ്റ്റാൻഡും ഒക്കെ പ്രകടമാക്കിയിട്ടുണ്ടോ ഈ മിനിറ്റ് വരെ? ഈ കോൺക്ലേവ് എന്ന് പറയുന്ന ഈ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ എന്താണ് നമ്മളുടെ നയം, അതായത് ഇത്തരം വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് എന്താണ് നയം എന്ന് വ്യക്തമാക്കിയതിന് ശേഷം ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും നടത്തേണ്ടത് എന്നാണ് WCC പറയുന്നത്. കോൺക്ലേവിന് WCC എതിരല്ല. പക്ഷെ അതിനു മുമ്പ് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ ക്ലാരിറ്റി ഉണ്ടാക്കണം എന്നാണ് WCC പറയുന്നത്. ഞാനൊന്ന് അനക്സ് ചെയ്തോട്ടോ ഒറ്റ മിനിറ്റ്. രാഹുൽ പ്ലീസ്, രാഹുലിനോട് പെർമിഷൻ എടുത്തോണ്ട് അത് ആശാമാൻ പറഞ്ഞു ഒന്ന് കണക്ട് ചെയ്തോട്ടെ. പറഞ്ഞോളൂ മൃദുല, പറഞ്ഞോളൂ. ആ കോൺക്ലേവിനെ കുറിച്ച് ആശാമാഡം കംപ്ലീറ്റ് ചെയ്തല്ലോ അല്ലേ? ഓക്കെ. ഞാൻ പറഞ്ഞതില് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡില് ഫസ്റ്റ് ഘട്ടം പ്രതി പെരക്കകത്തിരിക്കുമ്പം വാദി ഓടി നടന്ന് തെളിവുകൾ മുഴുവനും കൊണ്ടു നടക്കണം. ഇത് ഞാനൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇത് ഈ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്നുള്ളത് മുഴുവനും നമ്മളാണ് കൊണ്ടുവരുന്നത്. ഈ സമയത്ത് നമ്മൾ പ്രതിയാണെന്ന് ആരോപിക്കുന്നയാള് ഈ
പരക്കകത്ത് കുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് പണിക്ക് പോകാം, എല്ലാ കാര്യവും ചെയ്യാം, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ലൈഫ് എന്റർടൈൻ ചെയ്യാം. ഈ സമയത്ത് മുഴുവനും പ്രത്യേകിച്ച് ഇത്തരം കേസുകളിൽ, സെക്ഷൽ ഹരാസ്മെന്റ് കേസുകളിൽ സ്ത്രീകൾ ഇറങ്ങി നടക്കണം. ഈ ഇറങ്ങി നടക്കുന്ന സ്ത്രീകൾക്ക് ഞാനൊക്കെ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ടിക്കറ്റ് കിട്ടുവാൻ വേണ്ടി നടന്ന സമയങ്ങളുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഒരുപാട്, അതുപോലെ ഒരു കടയിൽ നിന്ന് ബുക്ക് വാങ്ങിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയെന്നുള്ളതിന്റെ രേഖ കിട്ടുന്നു. ആ ബില്ലൊന്നും നമ്മുടെ ഇത് പോകാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊന്നും പൊതുസമൂഹത്തിന് അങ്ങനെ അറിയത്തില്ല. ഇപ്പം വക്കീൽമാർക്കൊക്കെ അറിയാമായിരിക്കും, അന്ന് നമുക്കൊരു ലീഗൽ ലിറ്ററസി നമ്മളെ പഠിപ്പിക്കുന്നുമില്ല. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നു. മറ്റൊന്നാണ് ഗൈനക്കിന്റെ മുമ്പിലൂടെ കടന്നു പോകണം. ഓക്കെ, ഗൈനക്കിന്റെ മുമ്പിലൂടെ ഞാനൊക്കെ ഒരുപാട് പെൺകുട്ടികളെയും കൊണ്ട് പോയിട്ടുള്ളതാണ്. ഇപ്പൊ വളരെ സുതാര്യമായിട്ടാണ് ഇത് കാണുന്നത്. ഈ ഗൈനക്കോളജിസ്റ്റ് പോലും നമ്മളെ നോക്കുന്നത് നമ്മൾ ഏതാണ്ട് വലിയ കാര്യം ചെയ്തിട്ട് വന്നതുപോലെയാണ്. ഇത്തരം അവസ്ഥകളിൽ കൂടിയാണ് ഇവർ കടന്നു പോകേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് കടക്കുമ്പോഴേക്കും ഒരു ട്രോമയിലും ട്രിഗറിലും പെട്ട് ഒരുപാട് പേര് വേദനിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പറഞ്ഞല്ലോ, പാൻഡമിക് സമയത്ത് ദിനുവെയിലിന്റെ ദിശ എന്ന സംഘടനയാണ് അവർക്ക് മെഡിക്കൽ ഹെൽപ്പ് കൂടെ നിന്നുകൊണ്ട് കൊടുത്തത്. അതിന്റെ കൃത്യമായ കാര്യം എനിക്കറിയാം. അവരെ കമ്മിങ് ഔട്ട് ചെയ്യുവാൻ വേണ്ടി ചെയ്ത ശ്രമങ്ങളൊന്നും ഈ എല്ലാവർക്കും അല്ല, പുരുഷ തലയിലും ഈ പുരുഷന്മാരുടെ അതേ ആലോചനയിലുള്ള മസ്കുലിനിറ്റിയാൽ പാട്രിയാർക്കൽ മസ്കുലിനിറ്റി ഇരിക്കുന്ന തലയ്ക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ജനാധിപത്യപരമായി ഇത് പറഞ്ഞ മനുഷ്യരുടെ നിസ്സഹായതയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആദ്യം നിൽക്കേണ്ടത്. നിസ്സഹായ മനുഷ്യരാണ് അവർ. എലൈറ്റ് സമൂഹങ്ങളാകുമ്പോഴും സിനിമയുടെ ഇതിൽ നിൽക്കുമ്പോൾ പോലും അവിടെ പോലും തരം തിരിച്ച അസമത്വങ്ങളുണ്ട്. എത്ര എലൈറ്റ് ആയിട്ടുള്ള ലെവലിൽ നിന്ന നടിയാണ് ആക്രമിക്കപ്പെട്ടത്. അതിനെ തുടർന്ന് വന്ന ഈ ഒരു സംഭവത്തിന്റെ കൂടെ അതിൽ ഒരുപാട് പേർക്ക് ഡോർ ഓപ്പണിംഗ് ആയിട്ടുണ്ട്. അവരുടെ കമ്മിങ് ഔട്ടിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് പൗരബോധമാണ്. ആ ഉത്തമ പൗരബോധത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. പിന്നെ ഹീറോ വർഷിപ്പ് അല്ല ജനാധിപത്യം. ആ സമയത്ത് ഈ പിണറായി എന്ന സർക്കാർ അല്ല അത് ചെയ്തത്. കേരള ഗവൺമെന്റിലെ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത സർക്കാർ ചെയ്യാൻ നിയുക്തമാക്കപ്പെട്ടത് കേരളത്തിന്റെ ലീഗൽ ലിറ്ററസിയാണ്. അവിടെ പിണറായിക്ക് ഹീറോ വർഷിപ്പിന് യാതൊരു അവകാശവുമില്ല. 5-10 വർഷം ശേഷം അദ്ദേഹം പോകുമ്പോഴും ഈ തമ്പിൻ പ്രശ്നം അവിടെ തന്നെ. രണ്ട് വരികൾ. ഒന്ന് മാഡം പറഞ്ഞു പവർ ഡിസ്റ്റൻസും പവർ ഹൈറാർക്കിയുമാണ്. അത് ശരിയാണ്. മാധ്യമങ്ങളെല്ലാം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ കൂടെ തന്നെ നിൽക്കണം, സംശയമില്ല. പക്ഷെ കോടതിയിൽ വരുമ്പോൾ സത്യം തെളിയണ്ടേ? അത് വിജയബാബുവിന്റെ കേസിലാണെങ്കിലും ഒമർലുലുവിന്റെ കേസിലാണെങ്കിലും ദിലീപിന്റെ കേസിലാണെങ്കിലും മീഡിയ പ്രൊപ്പഗാൻഡ വെച്ച് ഏതെങ്കിലും കോടതിക്ക് തീരുമാനം എടുക്കാൻ കഴിയുമോ? നാളെ ഏതെങ്കിലും കോടതി എങ്ങനെ മീഡിയ പ്രൊപ്പഗാൻഡ വെച്ച് തീരുമാനം എടുത്താൽ അത് കോടതിയാകുമോ? കോടതിയിൽ നിയമവും നീതി സത്യം തുടങ്ങിയ കാര്യങ്ങളല്ലേ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇമോഷണലി പറയാം, തീർച്ചയായും സത്യമാണ്. പക്ഷേ ഈ മറുഭാഗത്ത് നിൽക്കുന്ന ആൾ നിഷ്കളങ്കനാണെങ്കിൽ നിരപരാധിയാണ്. അയാൾക്ക് നീതി വേണ്ടേ? എത്ര കള്ളക്കേസുകൾ നമ്മൾ കണ്ടു, എത്ര വ്യാജ കേസുകൾ നമ്മൾ കണ്ടു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഞങ്ങൾക്ക് അതേപോലൊരു പുരുഷന്മാരുടെ അവകാശങ്ങളുണ്ട്. ഞങ്ങളും മൃദുലാമാനം കാണുന്ന പോലെ ഒരുപാട് ആണുങ്ങൾ വ്യാജ കേസിൽപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ട, കുടുംബം നഷ്ടപ്പെട്ട, സമ്പത്ത് നഷ്ടപ്പെട്ട, ജോലി നഷ്ടപ്പെട്ട, അതിന്റെ പേരിൽ അവരോട് ഐക്യപ്പെടുന്നു രാഹുൽ. അവരോട് ഞാൻ ഐക്യപ്പെടുന്നുണ്ട് രാഹുൽ. ആ ബാലൻസ് വേണം. ആ ബാലൻസ് മൃദുലാമാനം ഏറ്റവും നന്നായി ചെയ്താണ് സി ശിവചന്ദ്രന്റെ കേസിൽ. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു വരി മാത്രം വേണം. നാളെ എനിക്കെതിരെ അങ്ങനെ ഒരു കേസ്, വ്യാജ കേസ് വന്നാൽ എന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താലും ഞാൻ ജയിലിൽ കിടന്ന് 2 ആഴ്ച എന്റെ ജോലി പോയി വെളിയിൽ വരുമ്പോ ഇപ്പൊ നിരപരാധിയാണ്. പക്ഷെ ശ്രീറാം വെങ്കട്ടരാമൻ ജയിച്ചോ കാരിപ്പോലെ പോലെ താങ്കൾ രക്ഷപ്പെടും. ശ്രീറാം വെങ്കട്ടരാമൻ കടന്നു പോകുന്ന പോലെ താങ്കൾ രക്ഷപ്പെടും. താങ്കൾക്ക് മതപരമായും ആത്മീയപരമായും പ്രിവിലേജ് ഉള്ള കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ താങ്കൾ രക്ഷപ്പെടും. താങ്കൾ ഇവിടുത്തെ 2% താഴെയുള്ള സമൂഹങ്ങള് കൺട്രോൾ സർവീസിലുള്ളവർ രക്ഷപ്പെടുത്തി വിടും. ശ്രീറാം വെങ്കട്ടരാമൻ നമ്മൾ കണ്ടതല്ലേ. മാഡത്തിന്റെ സാമുദായിക ബോധം എനിക്കറിയാം. സാമുദായിക ബോധം എനിക്കറിയാം. അവിടെയാണ് മഹാത്മാഗാന്ധി പറയുന്നത്, അംബേദ്കർ ഞങ്ങളുടെ തല തല്ലി പൊളിക്കുന്നില്ലല്ലോ, അത് തന്നെ ആത്മസംയമനമാണ്. അതിനോട് യോജിക്കുന്നു. പക്ഷെ കുറച്ചുകൂടെ ബാലൻസ് പിടിച്ച ഒരു സമൂഹത്തിനും കോടതിക്കും പോകാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യ ബോധം നമ്മൾ മനസ്സിലാക്കും. ഞാൻ സമയപരിമിതി കൊണ്ട് ഇടപെടുന്നു. ഇതിനകത്ത് വിഷയം കൃത്യമായിട്ട് മൊഴി കൊടുക്കാൻ ആൾക്കാർ വരണ്ടേ, പരാതി കൊടുക്കാൻ ആൾക്കാർ വരണ്ടേ എന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. കൺക്ലൂഡ് ചെയ്യില്ല. രണ്ടു വക്കീലോട് ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ ലിബർട്ടി ബഷീർ. യെസ്, വക്കീൽ, ഞാൻ തലശ്ശേരിക്കാരനാണ്. എന്റെ പേര് ലിബർട്ടി ബഷീറാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നാട്ടുകാരനാണ്. നിങ്ങളുടെ വടക്കൻ ഭാഷ നിങ്ങൾക്ക് അധികം ഫോളോ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടും ഏമ കമ്മീഷനും നിങ്ങൾ പറഞ്ഞ കാര്യം ഞാനും പറഞ്ഞത്. ഏമ കമ്മീഷന്റെ കാര്യം രണ്ട് കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ഏമ കമ്മീഷനല്ല, ഏമ കമ്മിറ്റി എന്ന ഏമ കമ്മിറ്റി എന്നല്ല പരിപൂർണ്ണ വിശ്വാസത്തോടെ നമ്മളുടെ മൊഴി കൊടുക്കാൻ പോയത്. ഞാൻ പറഞ്ഞത് ചില ആൾക്കാർ ഏമ കമ്മീഷനിൽ പോയ സമയത്ത് അവര് ഒരു പരിപൂർണ്ണ ഒരു ഏമ കമ്മീഷൻ എന്നുള്ള ചീഫ് ജസ്റ്റിസ് ആയതുകൊണ്ട് അവർക്ക് അതിന്റെ എന്തെങ്കിലും ഗുണം കിട്ടുന്നതായിട്ട് മൊഴി കൊടുത്തെന്നാണ് ഞാൻ പറഞ്ഞത്. അത്
വക്കീലിന് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയാം. വടക്കൻ ഭാഷ മനസ്സിലാക്കാൻ വേണ്ടി വക്കീൽ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ യെസ് ഞാൻ സമയം മനസ്സിലാക്കാൻ ഓക്കെ ക്ലിയർ ആണ്. ഈ സമയപരിമിതി കൊണ്ടാണ് ഇടപെടേണ്ടി വരുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സിനിമാ രംഗത്ത് നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പേരൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ മിനിറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് നടി ഉഷയുടെ അടക്കം പ്രതികരണങ്ങളൊക്കെയാണ്. അതായത് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരാതി കൊടുക്കാൻ തയ്യാറാണ്, ആ ധൈര്യം കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെ ഈ പറഞ്ഞ പോലെ അത് കമ്മീഷനല്ലല്ലോ കമ്മിറ്റിയാണല്ലോ കൃത്യമായിട്ട് മൊഴി കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ മൊഴി കൊടുക്കാൻ തന്നെ പലരും വരും. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ആശയക്കുഴപ്പം മാറിക്കൊണ്ട് ഈ വിഷയങ്ങൾ മുന്നോട്ട് പോകും എന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതല്ലാതെ മുന്നോട്ട് വരാൻ ധൈര്യമില്ലാതിരുന്ന കമ്മിറ്റിയുടെ മുന്നിൽ മൊഴി കൊടുത്ത മറ്റ് പല ദുർബലരായിട്ടുള്ള പലരുമുണ്ട്. അവരുടെയൊക്കെ പരാതികൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ പൊതുജനം വളരെ കൂലങ്കഷമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. അതിൽ ശക്തമായൊരു നടപടിയെടുക്കുമെന്ന് സർക്കാർ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം, അത് വിശ്വസിച്ചുകൊണ്ടുകൂടിയാണ് ഈ ചർച്ച പൂർണ്ണമാകുന്നത്. ഇത്രയേറെ നേരം ഒപ്പം നിന്നതിന് വളരെയധികം നന്ദി. ലിബർട്ടി ബഷീർ, പ്രിജി ജോസഫ്, രാഹുൽ ഈശ്വർ, മൃദുല ദേവി, ഡോക്ടർ ആശ, ടി ബി മണി. പൂർണ്ണമാകുന്നു ചർച്ച. താങ്ക് യു.